ഹിമാലയൻ ജനസമിതിയുള്ള നേതാവ് അഴീക്കോടാണ് ഒരിക്കൽ വി എസ് അച്യുതാനന്ദനെ പറ്റി ഇത്തരത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. ആ ജനസമിതി എന്താണെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഈ വഴിയോരങ്ങളിൽ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സഖാക്കൾ, പ്രവർത്തകർ, അതൊന്നുമല്ലാത്ത ആളുകളൊക്കെയും വി എസിനെ കാണാൻ വേണ്ടി വന്നു നിൽക്കുകയാണ്. കണ്ടോ? കണ്ടു. കുറെ നേരമായി കാത്തുനിന്നോ? കുറച്ച് നേരമായത്. വി എസിനോട് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ആളാണോ? ഇഷ്ടം തന്നെ. എന്തുകൊണ്ടാ? നല്ലൊരു മനുഷ്യ സ്നേഹി. അത് തന്നെ പറയാനുള്ളൂ. നല്ല മനുഷ്യൻ. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കുറേ പേർ കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സമയം മുന്നോട്ട് പോവുകയാണ്. 7 മണിയോടടുക്കുകയാണ്. പക്ഷേ ഇപ്പോഴും തിരുവനന്തപുരം പിന്നിട്ടിട്ടില്ല ഈ വിലാപയാത്ര. വിലാപയാത്രയ്ക്ക് പിന്നിലായി വരുന്ന ജനങ്ങളെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിന് പുറകിൽ വരുന്നു. ഈ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവർ ഏറ്റുവിളിക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ വരികയാണ്. അത് അത്യുച്ചത്തിൽ വിളിക്കുമ്പോൾ കണ്ഠമിടറി തന്നെയാണ് അവർ വിളിക്കുന്നത്. ആ വൈകാരികതയിലുള്ള വിളിയാണ്. വി എസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആഹാരമില്ലായ്മയാണ് എൻ്റെ ആരോഗ്യമെന്ന്. സഖാവെ എന്നുള്ള വിളി മതി എനിക്ക് വയറ് നിറയാനെന്ന്. ഒരുപക്ഷെ ഈ വിളികൾ മാത്രം മതിയാവും സഖാവ് വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ഈ ഒരു സഖാവെ എന്നുള്ള വിളി മാത്രം മതിയാകും. ഇൻഗുലാബ് വിളികളും കണ്ണേകരളെ വി എസ് എന്നുള്ള വിളികളും ഒക്കെയായിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ സഖാക്കൾ, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ, പ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് പിന്നിലായി ഇങ്ങനെ വിലാപയാത്രയ്ക്ക് പിന്നിലായി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രമാത്രം ആളുകൾ വരികയാണ്. ഒരിടത്തു നിന്നും അടുത്തടുത്തേക്ക് പോകാൻ വേണ്ടി തന്നെ വലിയ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഇപ്പോൾ പക്ഷേ വാഹനം കുറച്ച് വേഗത്തിലാക്കിയിട്ടുണ്ട്. അത് ആ തരത്തിൽ തന്നെ ക്രമീകരിച്ചിരിക്കണമാവണം. കാരണം സ്വാഭാവികമായിട്ടും അതല്ലെങ്കിൽ മുന്നോട്ട് പോവുക പ്രയാസകരമാണ്. ഇപ്പോഴും ഈ തിരുവനന്തപുരത്ത് നിന്ന് മുന്നോട്ട് പോകാനായിട്ടില്ല. ഇപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മുദ്രാവാക്യം ഏറ്റുവിളിക്കാനായി വി എസ് പറഞ്ഞു വെച്ചിട്ടുള്ള വി എസിൻ്റെ ആശയങ്ങൾ അത് ഏറ്റുവിളിക്കുന്ന ആളുകൾ അവരിങ്ങനെ ആ വാഹനം കടന്നു പോകുമ്പോൾ ഇപ്പോഴും നമുക്ക് കൺമുൻപിൽ പോലും ആ വാഹനം കാണാനാവുന്നില്ല. പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കൃത്യമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും അവർ വി എസിനായിട്ടുള്ള മുദ്രാവാക്യവും ഇങ്ങനെ പുറകെ കൂടുന്നവരാണ്. നമുക്കിപ്പോൾ ക്യാമറയിൽ പക്ഷേ കാണാം വി എസിൻ്റെ മൃതദേഹമുള്ള ആ വാഹനം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. പക്ഷേ സഖാക്കൾ അവരുടെ മുദ്രാവാക്യം വിളികളുമായിട്ട് അദ്ദേഹത്തിന് പുറകെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്തും വൈകാരികമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നേരത്തെ വി എസിനൊപ്പമുള്ള നേരത്തെ പറഞ്ഞ വി എസിനൊപ്പം ഉണ്ടായിരുന്ന ശശിധരൻ അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇതിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. നമുക്ക് അവരോട് സംസാരിക്കാൻ വരെ ഒരാളെ നോക്കി അടുത്തടുത്തേക്ക് നോക്കുമ്പോഴേക്കും അവരെ കാണാത്ത വണ്ണം ആളുകൾ ഇതിന് പുറകെ ഓടിപ്പാഞ്ഞ് വി എസിനെ അവസാനമായി കണ്ണിൽ നിന്നും മായുന്നവരെ കാണാനായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ, അനുയായികളൊക്കെ അദ്ദേഹത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ്. കണ്ടോ? ഇവിടെ നിർത്തിയായിരുന്നോ? കുറേ നേരമായി കാത്തിരിക്കായിരുന്നു. അതെ. പാർട്ടിക്കാരാണോ? സഖാവിനെ കണ്ട് ഞങ്ങൾ. സഖാവാണ്. ഞങ്ങളുടെ സഖാവാണ്. ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്. സഖാവാണ്. അതെ. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ട് ആദ്യമായിട്ടാണ്? അല്ല, ഇവിടെ മുന്നേ കണ്ടിട്ടുണ്ട്. ഇവിടെ മന്ദിരത്തിൽ മോനറിയോ? ആരാ വി എസിന് അറിയോ? ആരാ? വി എസ് അപ്പൂപ്പൻ. ആരപ്പൂപ്പൻ? നമ്മളുടെ വി എസ് അപ്പൂപ്പൻ. അങ്ങനെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ബാക്കി അമ്മയച്ഛനും പറഞ്ഞു തരും കേട്ടോ. ഓ, കണ്ടോ? കാണാൻ പറ്റും. മോനെ കാണിച്ചോ? നല്ല എല്ലാവരെയും കാണിച്ചിട്ടാ വിടുന്നത് അല്ലേ? അത് അങ്ങനെ ഒരു അവസരം ഒരുക്കുന്നുണ്ട്. പുറകുന്ന് വന്നവരാണോ? നടന്നു വരുമായിരുന്നോ? നേരത്തെ ക്ഷീണിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് കാണാൻ വേണ്ടി വരുന്നവരാണോ? കാണാനായോ? നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നോ? എന്താ ബാക്കിലായി പോയേ? തിരുവനന്തപുരം മുതൽ ഇവിടം വരെ നടക്കുന്ന ആളുകളുണ്ട്. മധു ദർബാർ ഹാളിൽ നിന്ന് നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും കണ്ടോ? കാണാനായോ? കാത്തിരിക്കായിരുന്നോ? അതെ, മോൾക്ക് അറിയോ? അറിയോ? കണ്ടോന്ന് പറയും.
ആരെ കണ്ടേ? ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ് ഈ വേദിയിൽ. ശ്രീനാരായണ ഗുരുമന്ദിരം പാങ്ങപ്പറ ഏത് വർഷത്തിലാണ്? നേതാവായി ഏത് വർഷം? ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാം സംഘാടകർ. ഏത് വർഷം ഓർമ്മയുണ്ടോ? എനിക്ക് ഷാർപ്പായിട്ട് ഓർമ്മയില്ല, എങ്കിലും അദ്ദേഹം ഇവിടെ വന്നു. ജയന്തിക്കാണ് എപ്പോഴായിരുന്നു? അതെ അതെ, ഒരു ജയന്തിക്കാണ് വന്നത്. ഇവിടെ വന്നിരുന്നു. അന്ന് കണ്ടതിന് ശേഷം ഇതാണല്ലേ കാണുന്നത് അദ്ദേഹത്തിന് അല്ലല്ലല്ല, പല തവണയും നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസിലായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കുറെ കൂടെ അല്ല, ഗ്രൗണ്ടൊന്നുമല്ല, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലീസിലുണ്ടായിരുന്നു. ഏറ്റവും നല്ല മുഖ്യമന്ത്രി കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായിരുന്നു. ജനകീയ നേതാവായിരുന്നു. പൊതുഭരണമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് പോലീസിലൊക്കെ ഏത് തരത്തിലായിരുന്നു? സത്യസന്ധനായ കുറെ ഉദ്യോഗസ്ഥരായ മന്ത്രിസഭയിലല്ല കൂടെ ഉണ്ടായി. IAS ഷീല തോമസ് ആയിരുന്നാലും ജേക്കബ് തോമസ് ആയിരുന്നാലും ആ കുറേ നല്ല ഉദ്യോഗസ്ഥന്മാർ, പൃഥ്വിരാജ് സിംഗ് സാറ്, സുരേഷ് കുമാർ സാറ്, സത്യസന്ധരായ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണത്തിൻ്റെ പങ്കാളിയാവാൻ അവസരം കൊടുത്തത് അദ്ദേഹമായിരുന്നു. ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഒരു കോളേജ് പ്രിൻസിപ്പലാണ്. അപ്പോൾ ആ VS-ൻ്റെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മേഖലയൊക്കെ എത്രമാത്രം മികച്ചതായിരുന്നു, എത്ര ശാന്തമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ 100 വർഷമൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം സ്വാതന്ത്ര്യ സമരനായി നിന്നു. പുന്നപ്ര വയലാർ സമരനായകൻ, ഏകദേശം 7 തവണ നിയമസഭയിലേക്ക് ജയിച്ച ആൾ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സാധാരണ മനുഷ്യർക്ക് അദ്ദേഹത്തെ ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. ഇത്രയും ഒരു ഇതിഹാസമായി മാറിയ മുഖ്യമന്ത്രി തന്നെയാണ് VS. ഇത് എല്ലാവരുടെയും അതാണല്ലോ കണ്ണേ കരളെ എന്ന് വിളിക്കുന്നത്. അത് ഹൃദയത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ ഏറ്റവും ധന്യമായ, ഹൃദയത്തിൽ കയ്യൊപ്പ് ലഭിച്ച ആൾ എന്ന തരത്തിൽ തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. അതാണ് നമ്മൾ ഈ വഴിയോരങ്ങളിൽ കാണുന്നത്.